നിങ്ങൾക്ക് നിങ്ങളുടെ വീട് ഓട്ടോമേറ്റ് ചെയ്ത് പ്രത്യേകിച്ച് അലക്സ പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. നമുക്ക് അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ, ഈ സ്മാർട്ട് ഡിവൈസസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു ഹബ്ബ്, അതായത് ഒരു അലക്സയോ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ ഹോമോ, നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടുന്ന സാധനം അലക്സ ആയിരിക്കും. ഇതാണ് നമ്മുടെ അലക്സ. ഓക്കെ, ഈ അലക്സ വെച്ചിട്ടാണ് എൻ്റെ റൂമിൽ ഞാൻ കൺട്രോൾ ചെയ്യുന്നത്. എൻ്റെ റൂമിലെ മാത്രമല്ല, ഈ അലക്സ വെച്ചിട്ട് എൻ്റെ റൂമും എൻ്റെ വീടും ഫുള്ള് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഈ റൂമിലെ മെയിൻ സ്വിച്ച് ബോർഡാണിത്. ഇത് ഹാവൽസിന്റെ സ്വിച്ച് ആണ്. ഇത് നോർമൽ സ്വിച്ച് ആണ്, ഒരു സ്മാർട്ട് സ്വിച്ചും അല്ല. ഈ സ്വിച്ച് ബോർഡിന്റെ അകത്ത് ഒരു സ്മാർട്ട് മൊഡ്യൂൾ ഞാൻ വെച്ചിട്ടുണ്ട്. അത് വിപ്രോയുടെ സ്മാർട്ട് മൊഡ്യൂൾ ആണ്. നിങ്ങൾ ഇപ്പൊ കാണുന്ന പോലെ ഈ സ്വിച്ച് ബോർഡ് മൊത്തം അയച്ച് ഈ മൊഡ്യൂള് 4 സ്വിച്ചിന്റെ മൊഡ്യൂളാണ്. നമുക്ക് ആമസോണിൽ നിന്ന് 2 സ്വിച്ചിന്റെ മൊഡ്യൂൾ കിട്ടും, 4 മൊഡ്യൂൾ കിട്ടും. ഏറ്റവും കൂടുതൽ 4 സ്വിച്ചിന്റെ മൊഡ്യൂളാണ്. 4 എണ്ണം ആണല്ലോ, അപ്പൊ 4 സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ മോളിൽ കാണുന്ന 4 പ്രൊഡക്ട്സ് 4 സ്വിച്ചിലായിട്ട് കൺട്രോൾ ചെയ്ത് കൊടുക്കും. മൊഡ്യൂളിൽ കൂടാണ് ആക്ച്വലി സ്വിച്ചിലോട്ട് കറണ്ട് പോകുന്നത്. ലൈക്ക് ആദ്യം കറണ്ട് വരുന്നു, ആ ലൈൻ മൊഡ്യൂളിൽ കയറുന്നു, മൊഡ്യൂളിൽ കൂടെ സ്വിച്ചിലോട്ട് പോകുന്നു. സോ ഫുൾ ടൈം ആ മൊഡ്യൂളിനകത്ത് കണക്ഷൻ കാണും. ഈ മൊഡ്യൂളും നമ്മുടെ വൈഫൈയുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഓക്കെ, വിപ്രോയുടെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വൈഫൈ മൊഡ്യൂള് കണക്ട് ചെയ്യാൻ സാധിക്കും വൈഫൈ ആയിട്ട്. അതിനുശേഷം അലക്സയായിട്ട് ഇത് പെയർ ചെയ്യുന്നു. ഈ മൊഡ്യൂളിന്റെ വില എന്ന് പറയുന്നത് 2100 രൂപ, 2000 രൂപ മാത്രമാണ് 4 സ്വിച്ചിന്റെ മൊഡ്യൂളിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത്. അലക്സ ടേൺ ഓഫ് ബെഡ്റൂം ലൈറ്റ്. കണ്ടോ, ഇവിടുത്തെ ഈ ലൈറ്റ് ഓഫ് ആയതുണ്ടോ? ഇത് നോർമൽ ഹാവൽസിന്റെ നോർമൽ ലൈറ്റ് ആണ് ആക്ച്വലി. ഞാനിപ്പോൾ കണ്ടോ അത് ഓൺ ആക്കുന്നത്.